ശ്രീ ജോസഫ് ആൻ്റണി, ശരിയാണ്, ലാൽകുമാർ നിരീക്ഷിച്ചതുപോലെ ഒരു നെഗറ്റിവിറ്റിയാണ് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കിയത് പാകിസ്ഥാൻ എന്നത്. അത് തുടർന്നു പോവുകയും കൂടുതൽ വഷളാവുകയും ചെയ്ത രംഗമാണ്. അവിടെ നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്, ഇതിലൊന്നും ഇടപെടാത്ത പാവങ്ങളായ മനുഷ്യർ. അവരെയല്ല, ആ ഭരണകൂടത്തെയാണ് നമ്മൾ കൃത്യമായും ഫോക്കസ് ചെയ്യുന്നത്. ആ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നത് ടെററിസത്തെയാണ്, ഭീകരവാദത്തെയാണ്. അപ്പോൾ അതിനെ തോൽപ്പിക്കേണ്ടതുണ്ട് എന്നത് വലിയൊരു അനിവാര്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. ഉദാഹരണത്തിന് ഒരു പാക് MP തന്നെ അവിടെ നേതാക്കന്മാരോട് പറഞ്ഞത് നമ്മളൊക്കെ വായിച്ചു അതിൻ്റെ റിപ്പോർട്ട്. കാരണം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുണ്ട് പോയി രക്ഷപ്പെടാൻ, ഇവിടുത്തെ സാധാരണക്കാർക്ക് അതില്ലെന്ന്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഇതിനെതിരായി ചലിക്കുകയാണ്. മാത്രമല്ല, കശ്മീരിൽ ഈ ഭീകരത ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ശേഷമുള്ള വിഭാഗീയതകളെല്ലാം പൊളിച്ച് പാകിസ്ഥാൻ്റെ കൊടി കത്തിച്ച് രംഗത്തെത്തിയത് കശ്മീർ ജനത തന്നെയാണ്. ഇപ്പോഴും അവർ പറയുന്നു, ഞങ്ങളുടെ അന്നം പോയതിൽ മാത്രമല്ല ആ മനുഷ്യരോടുള്ള ദുഃഖം, ആ മനുഷ്യരോട് കാട്ടിയ ക്രൂരത, അതിൽ നിങ്ങളെക്കാൾ ഞങ്ങൾ ദുഃഖിക്കുന്നു ഓരോ കാശ്മീരും പറയണം. അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊരു മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇനി എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ഓരോ നീക്കത്തിൻ്റെയും സമഗ്രത? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ച പോലെ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റാണ്. ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ക്രമേണ ഒരു റോഗ് സ്റ്റേറ്റായിട്ട് മാറും, ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് മാറും. ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അത് എങ്ങനെ പ്രവർത്തിക്കും, എപ്പോൾ പ്രവർത്തിക്കും എന്നൊന്നും പ്രവചിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത ഇടത്ത് അങ്ങനെ അതിനെ നയിക്കുന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ സവിശേഷത ഒരു സിവിലിയൻ ഗവൺമെൻറ് ഉണ്ടെങ്കിലും ഈ സിവിലിയൻ ഗവൺമെൻറ് സഞ്ചരിക്കുന്നത് സൈന്യം പറയുന്ന വഴിയിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഗൈഡഡ് സിവിലിയൻ ഗവൺമെൻറ്റാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആ സിവിലിയൻ ഗവൺമെൻറ്റിന് ഈ രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിൽ വലിയ പങ്കില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിനൊട്ടാകെ അറിയാം, പാകിസ്ഥാൻ്റെ നയങ്ങൾ, പ്രതിരോധ നയങ്ങൾ രൂപീകരിക്കുന്നത്, അതുപോലെ തന്നെ വിദേശ നയം രൂപീകരിക്കുന്നത്, ബജറ്റിൻ്റെ തീരുമാനിക്കുന്നത്, ഇതെല്ലാം അവിടുത്തെ മിലിറ്ററിയാണ്. അപ്പോൾ മിലിറ്ററി തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സിവിലിയൻ ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് അവർക്ക് നിർബന്ധിതരാണ്. അപ്പോൾ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ പ്രതിരോധ നയവും വിദേശ നയവും സാമ്പത്തിക നയവും തീരുമാനിക്കുന്നത് സേനയാണ് എങ്കിൽ സേനയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രാമാണ്യം വരിക. അങ്ങനെ സേനയുടെ കാര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ പാകിസ്ഥാനിൽ സംജാതമായിട്ട് ദശകങ്ങളായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പാകിസ്ഥാൻ സാമ്പത്തികമായും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ദുർബലമാകുമ്പോൾ, തൊഴിലില്ലാതാകുമ്പോൾ, സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാൻ പഠിക്കാനാകുമ്പോൾ, പിന്നെ വീടില്ലാതാകുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനത ഡീമോറലൈസ് ചെയ്യപ്പെടും. അവർ ചീത്തയാകാൻ തുടങ്ങും. അങ്ങനെ ചീത്തയാകാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ അവിടെ നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡീമോറലൈസ് ചെയ്യപ്പെടുന്ന ജനങ്ങളെ ഭീകരതയിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെ എളുപ്പമായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കുടിൽ വ്യവസായം പോലെ പാകിസ്ഥാനിൽ തഴച്ചു വളരുന്ന ഒരു സംഭവമാണ് ടെററിസം. അങ്ങനെ ആ ടെററിസത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടെററിസത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സേനയെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വളരെ അവധാനതയോടുകൂടി വളരെ ബോധപൂർവം ഈ കാര്യങ്ങളെന്ന് സ്ട്രാറ്റജൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം നമ്മൾ നോക്കൂ, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ രാജ്യം ഏറ്റവും അധികം വേദനിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ രാജ്യം മുറിവേറ്റപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നത്. എന്നാൽ ഞങ്ങളുടെ ജനത ഒരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ എതിരിടാൻ പോവുകയാണ്. അങ്ങനെ എതിരിടുമ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് നടത്തിയ ആളുകളെയും ഇത് നടത്തുന്നതിന് സഹായിച്ച സപ്പോർട്ടേഴ്സിനെയും ഞങ്ങൾ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും ഞങ്ങൾ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, 2016 ഉറി ആക്രമണം നടന്നു, 2019 പുൽവാമയിൽ ആക്രമണം നടന്നു. 2016 ഉറി ആക്രമണം നടന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാകിസ്ഥാനെതിരായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. 2019 പുൽവാമയിൽ നടന്ന ആക്രമണത്തിനെതിരായിട്ട് നമ്മൾ 12 ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു വിപുലമായ സർജിക്കൽ സ്ട്രൈക്ക് ബാലക്കോട്ടിൽ നടത്തിയത്. ഇപ്പം നമ്മൾ എപ്പോഴാക്രമണം നടത്തിയത്? നമ്മുടെ ഇവിടെ ആക്രമണം നടത്തിയ ഏപ്രിൽ 22 ആക്രമണം നടത്തിയ ശേഷം 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത്? നമ്മൾ മനസ്സിലാക്കി, 2016 സർജിക്കൽ സ്ട്രൈക്ക്
സിന്ദൂറിലേക്കോ 2019 നമ്മൾ ബാലക്കോട്ടിൽ നടത്തിയ ആക്രമണമോ കൊണ്ട് ഈ ഭീകരന്മാർ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഭീകരന്മാരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരെ ഈ ആക്രമണം നടത്തിയ ആളുകളെ മാത്രം ശിക്ഷിച്ചാൽ പോരാ, അവർക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകളെ കൂടി ശിക്ഷിച്ചാൽ മാത്രമേ താൽക്കാലികമായിട്ടെങ്കിലും ഇതൊരു സ്ഥിരമായ പരിഹാരമാവത്തില്ല. സ്ഥിരമായ പരിഹാരമാണെങ്കിൽ മറ്റു പല മേഖലകളിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം ആലോചിച്ച് നമ്മളിവിടെ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആക്രമണത്തിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ 2 സേനാംഗങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു, വി ഹാവ് ഐഡൻറ്റിഫൈഡ് 21 സ്പോട്സ് ടെററിസ്റ്റ് സ്പോട്സ്. ഞങ്ങൾ 21 സ്ഥലങ്ങൾ ഈ ഭീകരന്മാരുടെ സുപ്രധാന താവളങ്ങളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 9 എണ്ണത്തിലാണ് ഞങ്ങൾ അടിച്ചത്. ആ 9 എണ്ണത്തിൽ അടിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ വി ഹാവ് പ്രൂവ്ഡ്, ഞങ്ങൾ കൃത്യമായി തെളിയിച്ചു, 2-3 കാര്യങ്ങൾ തെളിയിച്ചു. ഒന്ന്, ഞങ്ങൾക്ക് ഈ ഭീകരന്മാരുടെ താവളങ്ങളെ വളരെ നിസ്സാരമായി ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തെളിയിച്ചു. അങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സിവിലിയന്മാരുടെ നാശമുണ്ടാകാതിരിക്കാൻ രാത്രിയിൽ ആക്രമണം നടത്തി. അതുപോലെ തന്നെ സേനയുടെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ ആക്രമണം നടത്തിയില്ല, ഗവൺമെൻറ്റിൻ്റെ മറ്റേതെങ്കിലും മേഖലയിൽ നമ്മൾ ആക്രമണം നടത്തിയില്ല. അന്ന് പ്രിസിഷൻ അറ്റാക്കാണ് നമ്മൾ നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വി ആർ എ റെസ്പോൺസിബിൾ കൺട്രി, വി ആർ നോട്ട് ഗോയിങ് ടു എസ്കലേറ്റ് ദ വാർ. ഞങ്ങൾ പിന്നെ വളരെ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ്, ഞങ്ങൾ ഇതൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ശിക്ഷിച്ച ആളുകളെ ശിക്ഷിക്കുന്ന നടപടി മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫേസ് 1 ആണ്, 1-ാം ഘട്ടമാണ്. ആ 1-ാം ഘട്ടത്തോട് കൂടിയിട്ട് ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്, നിങ്ങൾ തുടർന്ന് ആക്രമണം നടത്തിയില്ല എങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ആക്രമണം നടത്തി ഈ പറഞ്ഞ എന്താണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ-ഇ തയ്യബയുടെയും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ അത് അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്തവണ ആക്രമിച്ചത് എങ്ങനെയാണ്, അവർ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലായിരിക്കും നമ്മൾ ആക്രമണം നടത്തുക എന്ന് കരുതിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ 5 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ ലാഹോർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി കടന്നു കയറി ഈ ഭീകരന്മാർക്ക് താവളമൊരുക്കിയും സ്ഥലങ്ങൾ ആക്രമിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷ നൽകുകയും ചെയ്തു. അത് ഒന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇനി ഈ ഞങ്ങളെ ആക്രമിക്കുന്ന ആളുകൾ പാകിസ്ഥാൻ്റെ ഏത് സ്ഥലത്തിരുന്നാലും അവിടെ ആക്രമിക്കാനായിട്ടുള്ള കഴിവ് ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞ 8-10 വർഷത്തിലേറെയായി ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ സൈനിക വെല്ലുവിളിയുണ്ട്, അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വെല്ലുവിളിയുണ്ട്, ചൈനയുടെ ഭാഗത്തു നിന്ന് വെല്ലുവിളിയുണ്ട്. എന്നാൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് നിരന്തരമായ വെല്ലുവിളി. പിന്നെ 2-3 വർഷം കൂടുമ്പോൾ നിരന്തരമായി നമ്മുടെ അതിർത്തികളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി നമ്മളെ പിന്നെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന. അതുകൊണ്ട് നമ്മൾ ചെയ്തത് എന്താ, നമ്മൾ പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്നും ട്രയംഫ് 400S മിസൈൽ വാങ്ങിച്ചു. നമ്മൾ ആ മിസൈൽ വാങ്ങിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ നമ്മളെ ഏറ്റവും അധികം എതിർത്താരാ, അമേരിക്കയാണ് എതിർത്തത്. അപ്പോൾ അമേരിക്ക അതിശക്തമായി അമേരിക്ക പറഞ്ഞു, നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും S-400 ട്രയംഫ് മിസൈൽ വാങ്ങിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും, എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ നെഗോഷിയേഷൻസിലൂടെ സമ്മർദ്ദത്തിലൂടെ നമ്മളത് വാങ്ങിച്ചു. കാരണം എന്താ, നമുക്ക് അത്തരമൊരു പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ നിന്നും മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെ നേരിടാൻ കഴിയൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. നമ്മളിപ്പോൾ അത് തെളിയിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും ഏതാണ്ടൊരു ഹമാസ് സ്റ്റൈലിലാണ് വാസ്തവത്തിൽ ഇന്നലെ ആക്രമണം നടത്തിയത്. ഈ അവർ നടത്തിയല്ലോ ഹമാസ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ 100 കണക്കിന് മിസൈലുകൾ അയച്ചപ്പോഴാണ് പിന്നെ ഇസ്രായേലിൻ്റെ അടിതെറ്റിപ്പോയത്. ഏതാണ്ട് അത്തരമൊരു സമാനമായ പിന്നെ ഡ്രോൺ ആക്രമണമാണ് വാസ്തവത്തിൽ ഇന്ത്യക്കെതിരെ നടത്തിയത്. ആ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ റഫാൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. ആ റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ 2016 2019 നിന്ന് വ്യത്യസ്തമായി നമ്മൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് കയറാതെ നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിൽ നമ്മൾ എവിടെയൊക്കെയാണോ അടിക്കാൻ ആഗ്രഹിച്ചത് അവിടെയെല്ലാം നമുക്ക് അടിക്കാൻ പറ്റുന്ന തരത്തിൽ റഫേൽ വിമാനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഡ്രോണുകൾ വാങ്ങിച്ചു. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സേനയെ ശക്തമാക്കുകയും ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണങ്ങളെ തടയാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല നമ്മൾ ചെയ്തത്, ഈ പാകിസ്ഥാൻ ഇവിടെ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ ഈ ഭീകരന്മാരെ മാത്രം ആക്രമിച്ചതുകൊണ്ട് ഈ ഭീകരത നിർത്താൻ കഴിയില്ല. അത് അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിച്ച പോലെ ഇതൊരു ഇന്ന് അസിം മുനീർ മാത്രം സംഘടിപ്പിച്ച കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായ അടിസ്ഥാനപരമായ കാരണം മുനീർ സൃഷ്ടിച്ചതാണ് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭീകരതയെ അവസാനിപ്പിക്കണമെങ്കിൽ എന്തു വേണം? ഭീകരതയെ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു മൾട്ടി
ലാറ്ററലായിട്ടുള്ള ഒരു മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പറഞ്ഞു നിങ്ങൾ പിന്നെ സാമ്പത്തികമായി വളരെയധികം ദുർബലമായി നിൽക്കുന്ന രാജ്യമാണ്, നിങ്ങൾ IMF-ൽ നിന്ന് 24 തവണയാണ് ലോൺ വാങ്ങിച്ചിരിക്കുന്നത്, നിങ്ങൾ IMF-ൽ നിന്ന് ലോൺ വാങ്ങിക്കുന്നതിന് ഓർമ്മയിൽ വേൾഡ് ബാങ്കിൽ നിന്നും ADB-യിൽ നിന്നും ലോൺ വാങ്ങിക്കുന്നു. ADB-യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ലോണുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അതായത് അതായത് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന രാജ്യം IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ADB-യിൽ നിന്നുമൊക്കെയാണ് ലോൺ വാങ്ങിക്കുന്നതെങ്കിലും ഈ ലോണുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഈ ലോണുകൾ വാങ്ങിച്ചുകൊണ്ട് ഈ വാസ്തവത്തിൽ ഈ ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം ആയുധം വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവർ പിന്നെ സേനയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ ഭീകരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം അന്തർദേശീയ തലത്തിൽ ഭീകരതയുടെ തലസ്ഥാനമായി വീണ്ടും മാറിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലെയുള്ള ധനകാര്യ ഭീകരതയിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്ന ഈ FATF എന്ന് പറയുന്ന സംഘടനയുടെ ഗ്രേ ലിസ്റ്റിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഈ രാജ്യത്തെ കൊണ്ടുവരണം. ഈ രാജ്യത്തെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വരും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് ഈ പറഞ്ഞ തരത്തിലുള്ള ആക്രമണം നടത്താൻ കഴിയില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്നും നമുക്കറിയാം ഇപ്പോൾ തന്നെ വളരെ ശുഭ സൂചകമായ ഒരു കാര്യം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ കാണുന്നത് സേനയുടെ അപ്രമാദിത്വത്തെ അതീശത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇമ്രാൻഖാൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്. ഇമ്രാൻഖാൻ പരാജയപ്പെട്ടപ്പോൾ ഇമ്രാൻഖാൻ്റെ അനുയായികൾ തെരുവിലിറങ്ങുകയും സേനയുടെ അത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്തതാണ്, സേനയുടെ ആസ്ഥാന സ്ഥലങ്ങളിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ സേനയോടുള്ള ഭയം ജനങ്ങൾക്ക് മാറിയിരിക്കുന്നു. സേനയാണ് ഈ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പത്തിന് കാരണം എന്ന തരത്തിലേക്ക് അവരുടെ നിലപാടുകൾ വന്നിരിക്കുന്നു. അപ്പോൾ സേനയ്ക്കെതിരായി അതിശക്തമായ മുന്നേറ്റമുണ്ടാകുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം, ബലൂചിസ്ഥാനിലെ അതായത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബലൂചിസ്ഥാനിലേക്ക് ഇത്തിരി വിശദമായി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ വരാം.